എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തെ ആധാരമാക്കി മറ്റൊരു പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. 4-ാം അധ്യായത്തിലുള്ള ഇത് 3-ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോസ് ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് കേൾക്കണം. നിങ്ങൾ ഒരുപക്ഷെ മറ്റൊരു കമൻട്രിയിലോ മറ്റൊരു വിശദീകരണ പുസ്തകങ്ങളിലോ വ്യാഖ്യാന പുസ്തകങ്ങളിലോ നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ ദൈവവചനം വെച്ച് പരിശോധിക്കുകയും വേണം. ഞാൻ എൻ്റെ അഭിപ്രായം ഇരുമ്പുലൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ആശയത്തിലല്ല ഞാൻ നിൽക്കുന്നത്. വേദപുസ്തകം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യാനുള്ള അധികാരവും അവകാശവും എല്ലാ ദൈവ പൈതലിനും ഉണ്ട്. അത് ലോകത്ത് ആര് പ്രസംഗിച്ചാലും ദയവ് ചെയ്ത് അത് അതുപോലെ വിഴുങ്ങരുത്. ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ ഏതോ വലിയ കാര്യം അങ്ങനൊന്നുമല്ല. നമ്മൾ ഒരു രാജ്യത്തിലെ ആളുകളാണ്, ദൈവരാജ്യത്തിന്റെ പൗരന്മാർ മാത്രമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും. അപ്പൊ ദൈവപുത്രന്മാരെ കബളിപ്പിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും ആർക്കും അവകാശമില്ല. അത് ദൈവരാജ്യത്തിനകത്ത് വലിയൊരു ക്രൈമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ, ഒരാൾ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം വലിയ ജ്ഞാനിയാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ എന്നേക്കാൾ വലിയൊരു പുള്ളി ഇല്ല എന്നൊരു ചിന്തയൊക്കെ നമ്മുടെ അകത്ത് അഹങ്കാരമായിട്ടൊക്കെ വരും. ഉള്ള കാര്യം അങ്ങ് പറയുക, ഞാൻ പറയുന്നതൊക്കെ അങ്ങനൊന്നും അല്ല. നമ്മളെല്ലാവരും ഒരു രാജ്യത്തിലെ ആളാണ്. അപ്പം അതങ്ങനെയാണോ എന്ന് നിങ്ങൾ ദൈവവചനം വെച്ച് പരിശോധിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇത് ഒരു ചലഞ്ചാണ്. ചെക്ക് ദ ബൈബിൾ. നിങ്ങൾ ബെറിയൻസിനെ പോലെ, ബെറോവക്കാരെ പോലെ തിരുവെഴുത്തുകളെ പരിശോധിക്കും. ചില ആളുകൾ പറയും ഞാൻ വചനം അങ്ങ് പൊരുൾ തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വായി വരുന്ന എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. പൊരുൾ തിരിക്കുന്ന ഒരു വേർഡ് ഓഫ് ഗോഡ് വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഒരു വേർഡിനെ മറ്റൊരു വേർഡ് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പൊരുൾ തിരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അവിടെ ഇരിക്കുന്നവന്റെ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ, സിംഹാസന ചുറ്റും കാഴ്ചയ്ക്ക് സിംഹാസന ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സാദൃശ്യമായ ഒരു പച്ചവെല്ല്. ഇവിടെ പ്രഷ്യസ് സ്റ്റോൺസിനാണ് നമുക്ക് സിംഹാസനത്തിന്റെ പരിസരത്ത് കാണാൻ പറ്റില്ല, സിംഹാസനത്തിൽ കാണാൻ പറ്റും. അവിടെ ഇരിക്കുന്ന കർത്താവിന്റെ രൂപം പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സാദൃശ്യം എന്ന് നമ്മൾ വായിക്കുന്നു. അത് പത്മരാഗവും സൂര്യകാന്തവും എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തില് അടങ്ങിയിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും വിലയേറിയ കല്ലുകളാണ്. ഇത് ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്, മുഴുവൻ ഇസ്രായേലിനെ, തുടക്കം ഒടുക്കം. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മെറിസം എന്ന് പറയുന്ന ഒരു പഠന രീതി, ഒരു രീതി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗായും, ആലേഫും ധാവും, സ്വർഗം, ഭൂമി, ചെറിയവൻ, വലിയവൻ, ഇങ്ങനെ എല്ലാറ്റിനെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി വേദപുസ്തക എഴുത്തുകാര് പലപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കർത്താവിന്റെ രൂപം അല്ലെ സാദൃശ്യം എന്ന് പറയുന്നത് പത്മരാഗവും സൂര്യകാന്തവും എന്ന് പറഞ്ഞാൽ മുഴു ഇസ്രായേൽ, ഓൾ ഇസ്രായേൽ, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മുഴു ജനതയെയും കൂടെ ആവഹിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട്, മഹാപുരോഹിതനായിട്ട് നമ്മുടെ കർത്താവ് കംപ്ലീറ്റ് പുരോഹിതനായിട്ട് സിംഹാസനത്തിലിരിക്കും. കാരണം വിധി നടത്തേണ്ടത് പുരോഹിതന്റെ ജോലിയാണ്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ന്യായവിധി നടത്താനുള്ള അധികാരം പുരോഹിതനാണ്. ഒരുത്തിന് മരണശിക്ഷ വിധിക്കാനുള്ള അധികാരം, നമ്മൾ ഇന്ന് സുപ്രീം കോടതിക്ക് അധികാരം ഉള്ളതുപോലെ അധികാരി മഹാപുരോഹിതനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളില് ഈ മഹാപുരോഹിതനെ എബ്രായ ലേഖനത്തിൽ മരണാധികാരിയായ പിശാച് എന്ന് പറഞ്ഞിരിക്കും. മരണാധികാരി. ഈ മരണാധികാരിയായ പിശാച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കിട്ടിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഏതോ ഒരു സെലസ്ട്രിയൽ ഗുണ്ടയാണെന്ന്. അതൊന്നും അല്ല, ദയവായിട്ടത് മനസ്സിലാക്കുക. അങ്ങനെയൊന്നും അല്ല. ഇത് മഹാപുരോഹിതനാണ്, അദ്ദേഹത്തിനാണ് മരണത്തിന്റെ അധികാരം. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ച് ക്രിസ്ത്യാനികളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വലിച്ചിഴച്ച് സിനഗോഗിൽ കൊണ്ടുപോകാനും കൊല്ലുവാനും ഒക്കെ അധികാരം പൗലോസ് വാങ്ങിച്ചത് ആകാശഗുണ്ടയുടെ കയ്യിൽ നിന്നല്ല, അത് മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന്. മഹാപുരോഹിതനാണത്. അത് ഞാൻ പല വീഡിയോസിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യം. കാരണം നിലവിൽ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഈ
ഈ വ്യക്തികൾ ഇങ്ങനെ ഒരു അദർശ്യ ശക്തിയെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കാണും, ഒരാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, നമ്മളെ തടയാൻ നിൽക്കുന്നു, കൊല്ലാൻ നിൽക്കുന്നു, നന്മകൾക്ക് വിരോധമായിട്ട് നിൽക്കുന്നു, ശുശ്രൂഷയ്ക്ക് ഇങ്ങനെയൊക്കെ കുറെ മന്ത്രവാദം എന്നേ പറഞ്ഞാൽ മതി. വെറും മന്ത്രവാദമായത്. ഇതൊന്നും വേദപുസ്തകമായിട്ടും അപ്പോസ്തലിക ശുശ്രൂഷകളുമായിട്ടൊന്നും യാതൊരു ബന്ധം. ഇതൊക്കെ ഒരു 150 വർഷത്തിന് മുമ്പാന്ന് തോന്നുന്നു ഇത് പോപ്പുലറായിട്ട് ഇന്ന് വളരെ പ്രചാരത്തിലായിരിക്കുന്ന ഒരു ട്രാൻസ് മോഡൽ. നമ്മളെ ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അത് ഏകദേശം സെയിം ആണ് ഇന്നത്തെ ആധുനിക ലോകത്തെ ശുശ്രൂഷകളുമായിട്ട് താരതമ്യം ചെയ്യും. ഞാൻ അതിൻ്റെ പങ്കാളിയല്ല, ഞാൻ അതുമായിട്ട് ഭാഗവാക്കുമല്ല, ആ വിശ്വാസവും എനിക്ക് താല്പര്യമില്ല. ഐ വാണ്ട് ടു ബി എ ട്രൂ ക്രിസ്ത്യൻ. 100% എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഞാൻ കർത്താവായ യേശുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാവം വിടുക. അപ്പൊ ഈ സെലസ്ട്രിയൽ ഗുണ്ടയൊന്നും അല്ല ഇത്, പിശാച് എന്ന് പറയുന്നത്, മരണാധികാരി എന്ന് പറയും. അപ്പൊ മഹാപുരോഹിതനാണ് എല്ലാം അപ്പൊ മഹാപുരോഹിതനാണ് അധികാരം. അപ്പൊ ഈ സിംഹാസനത്തിൽ നിന്നാണ് തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്കുള്ള അധികാരം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് പുറപ്പെടാൻ പോകുന്നത്. അത് ഇസ്രായേലിനെതിരെയുള്ള ജഡ്ജ്മെന്റ് ആകട്ടെ, ദയവായിട്ട് ഇത് മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. വേണമെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും നമുക്ക് വായി വരുന്ന പോലെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ടെമ്പിൾ. നമ്മൾ ആദ്യം മഹാപുരോഹിത യേശുവിനെ കാണുന്നത് എങ്ങനെയാണ്? മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ട് ഇറങ്ങി വന്നു നിൽക്കുന്ന, നിലയെങ്കി ധരിച്ചിരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നില്ലേ? അത് മഹാപുരോഹിതന്റെ വേഷമാണ്. നടക്കുന്നത് യേശു ക്രിസ്തു റഷ്യയിലൂടെ നടക്കുന്നത് കാണുന്നു, ഉക്രൈനിലൂടെ നടക്കുന്നത് കാണുന്നു നല്ല എഴുതിയേക്കുന്നത്. യേശു ക്രിസ്തു നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത്, നിലവിളക്കിരിക്കുന്നത് ഹോളി പ്ലേസിലാണ്. അപ്പൊ അത് ഹോളി പ്ലേസുമായിട്ട് ബന്ധമുണ്ട്. അവന്റെ കാല് ഉലയിൽ ചുട്ടുപടുത്ത വെള്ളോടിന് സാദൃശ്യം. വെള്ളോടെന്ന് പറയുന്ന ആ മെറ്റൽ ആകെ ഉള്ളത് പ്രാകാരത്തിലാണ്, അത് ബലിപീഠമാണ്. അപ്പൊ ബലിപീഠത്തിൽ നിന്ന് ബലി നടത്തിയിട്ട് വന്ന മഹാപുരോഹിതൻ, വിശുദ്ധ സ്ഥലത്തെ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന പുരോഹിതൻ, 4-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാനോട് പറയാ, കം അപ്പ് ഹിയർ, ഇങ്ങോട്ട് വരിക, കയറി വരിക എന്ന് പറഞ്ഞിട്ട് അവനെ എങ്ങോട്ട് വിളിക്കുകയാണ്? ത്രോണിലേക്ക് വിളിക്കുക. ത്രോൺ, മോസ്റ്റ് ഹോളി പ്ലേസ്. അപ്പം 1, 2, 3 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദേവാലയത്തിന്റെ പ്രാകാരവും വിശുദ്ധ സ്ഥലവും സംബന്ധിച്ച വെളിപ്പാടെങ്കിൽ 4-ാം അധ്യായം എന്ന് പറയുന്നത് ഏതോ അദർശ്യ ലോകത്തിലേക്കല്ല, ആ ടെമ്പിൾ ഇമേജറിയിൽ തന്നെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. എന്തിനാ? മേലാൽ സംഭവിപ്പാനുള്ളത് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പം മാത്രമല്ല കേട്ടോ, മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ സിംഹാസനത്തിലേക്ക്, കൃപാസനത്തിലേക്ക് തന്റെ ദാസനെ വിളിച്ചത്. അതിന്റെ അർത്ഥം യെരൂശലേം ദേവാലയത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലമാണ് ദൈവത്തിന്. അത് മാത്രമല്ല, ദൈവത്തിന് വേറെ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദർ ഈസ് ആൻ ഇൻവിസിബിൾ മെറ്റാഫിസിക്കൽ പ്ലേസ്. ഒരിക്കലും ഫിസിക്കൽ അല്ലാത്തൊരു ആത്മമണ്ഡലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗം എന്ന് പറയുന്നത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അപ്പം അങ്ങനൊന്നും ഇല്ല, ഇയാൾക്ക് സ്വർഗവും ഇല്ല നരകമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കിംവദന്തികൾ, നുണപ്രചരണം നടത്തുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ആത്മലോകത്ത് അന്യഭാഷം പറഞ്ഞു നടക്കുന്നുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, അവരവരുടെ കാര്യം ഞാൻ വിട്ടേക്ക്. എനിക്ക് അവരെ പ്രസാദിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക്. ഐ ബിലീവ് ദാറ്റ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഹെല്ലിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ബൈബിളിൽ പറഞ്ഞിരുന്ന ഹെവനും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സഭക്കാരും പാസ്റ്റർമാരും പഠിപ്പിക്കുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബൈബിളിൽ പറയുന്ന ഹെൽ എന്താണെന്ന് കൃത്യമായ ബോധ്യം ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്, ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. യേശു പഠിപ്പിച്ചിട്ടുണ്ട് എന്തുവാണ്. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വീഡിയോസ് ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക. മാത്രമല്ല, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ജഡ്ജ്മെന്റിൽ പോകുന്നു. ഇത് ഇസ്രായേലുമായിട്ടുള്ള ജഡ്ജ്മെന്റാണ്, മോസ്റ്റ് ഹോളി പ്ലേസ്. വെളിപ്പാട് ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സംഭവിച്ചത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മേലാൽ സംഭവിപ്പാൻ. ഇത് 3 കാര്യമുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ അധ്യായങ്ങളിൽ വായിക്കാനായിട്ട് കഴിയും. യോഹന്നാന്റെ ദൈവം അങ്ങനെയാണ് പറയുന്നത്, സംഭവിച്ചതും സംഭവിപ്പാനിരിക്കുന്നതും മേലാൽ സംഭവിപ്പാൻ. ഇത് 3 കാര്യവും വെളിപ്പാട് പുസ്തകത്തിലുണ്ട് എന്നത് നിങ്ങൾ ആദ്യം മൈൻഡിൽ വെച്ചിരിക്കണം. അല്ലാതെ ഇത് മുഴുവൻ ഭാവിയിൽ ഏതോ 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നതാണ്, ഇത് 21-ാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നവരൊക്കെ തന്നെ ബൈബിളിനെ തെറ്റായിട്ട് പഠിപ്പിക്കുക. ദയവായിട്ടിത് മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം ഭാവിയിലെ എന്തോ സംഭവം അല്ല. ഇത് 100% ദേവാലയം, മഹാപുരോഹിതൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ, കർത്താവായ യേശുവിനെ ക്രൂശിച്ച യെരൂശലേം, അപ്പോസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തത്തെ ചൊരിയിച്ച മർമ്മം മഹതിയാം ബാബിലോൺ,
പുതിയ നിയമസഭ, പുതിയ നിയമം, പുതിയ ആകാശം, ഇതൊക്കെയാണിത്. അല്ലാതെ ഇത് ഉക്രൈനും കസാഖിസ്ഥാനും റഷ്യയും വ്ളാഡിമിർ പുടിനും ട്രംപും ഒന്നുമല്ല. ഇത് വേദോസം മനസ്സിലാക്കി പറയാതെ ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തണമെങ്കിൽ ഇതുപോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇന്നത്തെ സംഘടനകൾ ഓടണമെങ്കിൽ ഭയമെന്ന് പറയുന്ന ഒരു റോഡ് എല്ലാവരുടെയും കയ്യിലുണ്ടാകും. സന്തോഷത്തോടെ ഇരുത്താൻ സമ്മതിക്കത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ ഒരു IPC ചർച്ചിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഒരു മഹാനുണ്ടായിരുന്നു. പുള്ളി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നല്ല ജോലിയൊക്കെ ചെയ്ത് ഇഷ്ടത്തിന് സമ്പാദിച്ച് പിള്ളേരെല്ലാം നല്ല സെറ്റിലാക്കിയിട്ട് ഒടുക്കത്തെ കാലത്ത് ഈ ഒടുക്കത്ത് വന്നിട്ട് ഇവന്മാരുടെ പൈസ കൊടുത്തിട്ട് കാശ് കൊടുക്കും. നല്ല പൈസ കൊടുത്താൽ ഓർഡിനേഷൻ കിട്ടും. അങ്ങനെ കാശ് ഓർഡിനേഷൻ വാങ്ങിച്ച ഒരാൾ. ഇപ്പം ഞാനൊരു ആ മീറ്റിങ്ങിന് പ്രസംഗിച്ച പുസ്തകത്തോട് അങ്ങനെ കർത്താവ് നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടമാണ്, നമ്മുടെ ദൈവം സ്നേഹമാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, പ്രസംഗിച്ചോണ്ട് എൻ്റെ ലൈഫ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ പ്രസംഗത്തിനിടയ്ക്ക് സംസാരിക്കും. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ജനങ്ങളെല്ലാം തെറ്റിപ്പോകും. മനസ്സിലായില്ലേ? അപ്പൊ ദൈവം തമ്പുരാനെ ഒരു നല്ല ആളായിട്ട് പ്രസംഗിക്കരുത്. ദൈവം തമ്പുരാൻ ഈ ബാറിൽ പോയി കുടിച്ചിട്ട് ഈ 4ാം കാലം വന്നിട്ട് പിള്ളേരെ തല്ലുന്ന അപ്പന്റെ രീതിയിൽ പ്രസംഗിക്കണമെന്ന് വിശ്വസിക്കുന്നവരായി IPCയിലെ കുറെ നേതാക്കന്മാർ. കാരണം ഭയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ. ഇപ്പൊ ഭയമെല്ലാം പോയി കേട്ടോ. അതുകൊണ്ടാണ് ദൈവം തന്റെ കൃപയാൽ അതിനെ 2ആക്കി. ഇനി 2അല്ല, ഇനി 16ആയിട്ട് മാറും അത്. കാരണം ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്, ദൈവത്തിന്റെ പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ സൊസൈറ്റി പൊളിയും, ദൈവസഭ നിലനിൽക്കും. പൊളിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇതെല്ലാം പൊളിഞ്ഞെങ്കിലേ പറ്റും. ഇതെല്ലാം ബാബിലോണാണ്, ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞാൽ, അത് ഒരാളുടെ പേര് പറഞ്ഞാൽ എല്ലാ സംഘടനകളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊന്നും നിലനിൽക്കത്തില്ല, ഇതൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല. കാരണം ഇതിനകത്തുള്ള ക്രൈറ്റീരിയ, ഇതിനകത്ത് റിയാലിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി അല്ല. ഓക്കെ, ഞാൻ ആ ഭാവം വിടുക. അതുകൊണ്ട് ദൈവം നല്ലവനാണ് എന്ന് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ചിലർക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നുന്നുണ്ട്. പോയി വല്ല ചായ കൂടി ജീവിക്കുക. ഞാനിത് വേദോസം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 10-15 പേരോടെ സംസാരിക്കും. എനിക്കത് മതി. എൻ്റെ കേൾവിക്കാർ ഒരു 10 പേര് മതി എനിക്ക്. ഞാൻ ഇപ്പം ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ആ പാടെ ജോൺ ലോറൻസിനെ പിൻപറ്റിയവർ 10 പേരെന്ന് പറഞ്ഞാൽ സന്തോഷം. യേശുവിന് 12 പേരെ ഉള്ളായിരുന്നു. അത്ര മതി. എനിക്ക് ഈ പൊട്ടത്തനം പറയാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പൊ നമുക്കേ ഈ സിംഹാസനത്തിന് ചുറ്റുമുള്ള മരതക സാദൃശ്യമായ ഒരു പച്ചവില്ല് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതിന്റെ അർത്ഥം കർത്താവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതായത് മുഴുവൻ ഇസ്രായേലിനെ ഓൾ ഇൻക്ലൂസീവായിട്ടാണ് കർത്താവ് ഇരിക്കുന്നത്, ടോട്ടാലിറ്റിയിൽ ഇരിക്കുകയാണ്. രണ്ടവരെ സിംഹാസനത്തിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ ചുറ്റും, ആ സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് കാണുമ്പോൾ മരതകത്തോട് സാദൃശ്യമായ ഒരു പച്ച വില്ല്, ഒരു ഗ്രീൻ ബോ അവന്റെ സിംഹാസനത്തിന് ചുറ്റും ഇങ്ങനെ. എന്താ വാസ്തവത്തിൽ ഇതിന്റെ അർത്ഥം? നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, ഇപ്പം ഞാനിത് വ്യാഖ്യാനിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ബൈബിളിൽ ആദ്യമായിട്ട് വില്ല് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പച്ചവില്ല് എന്ന് പറയുന്ന കാര്യം കാണുന്നത്, അല്ലെങ്കിൽ മഴവില്ല്, റെയിൻബോ, ഇത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. 9-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന പദം, ആ റെയിൻബോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹീബ്രു പദം ഖഷത്ത് എന്ന. അത് ഹീബ്രുവിൽ ഞാൻ ട്രാൻസ്ലിട്രേഷൻ വായിച്ചു കേട്ടോ. QESHET. QE എന്ന് പറയുമ്പോൾ അത് വായിക്കാൻ തന്നെ എൻ്റെ വായിൽ വരുന്നില്ല. എന്തോ ഖഷത്ത് ഞാൻ അങ്ങ് ഖഷത്ത് എന്നോ ഇങ്ങനെ വേണമെങ്കിൽ വായിക്കാം. അതിന് നോർമൽ പറയുന്ന അർത്ഥം, ഓർഡിനറി സാധാരണ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇത്രയാണ്: വാരിയേഴ്സ് ബോ. ഒരു അന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന, യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ, ആ പടയാളിയുടെ കയ്യിലിരിക്കുന്ന വില്ല്, അതാണ് ഈ ഖഷത്ത് എന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ ദൈവം പറയുന്നത് തൻ്റെ വില്ല് എവിടെ വെച്ചിരിക്കുകയാണ്? ഐ ഹാവ് സെറ്റ് മൈ ബോ ഇൻ ദ ക്ലൗഡ്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു.
നമുക്കറിയാം മഴവില്ലെന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറലാണ്. സൂര്യപ്രകാശം ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ ആ സൂര്യപ്രകാശം വിഘടിച്ച് 7 നിറങ്ങളുള്ള ഒരു വില്ല് പ്രത്യക്ഷപ്പെടുന്നത് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ ഇവിടെ നാച്ചുറലി ദൈവം തമ്പുരാൻ ആ വില്ലിനെ കുറിച്ച് നോഹയോട് പറയുകയാണ്, ഇത് എൻ്റെ വില്ല് ഞാൻ എവിടെ വെക്കുന്നു? മേഘത്തിൽ വെക്കുന്നു. മേഘം എന്ന് പറയുന്നത് കാർമേഘം, നിശ്ചയമായിട്ട്. അല്ലാതെ എൻ്റെ പ്രിയൻ മേഘത്തിൽ വരാറായെന്നൊക്കെ പറഞ്ഞ സാധനമല്ല കേട്ടോ, അത് വേറെ. അതും കാത്തിരിക്കുന്നവരുണ്ട്. ഈ മേഘം എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ സംഭവിച്ചത് മഴയാണ്. വലിയ മഴ, വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നോഹയും തൻ്റെ കുടുംബത്തെയും രക്ഷിപ്പാൻ കാരണമായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതി, ഈ സമ്മിശ്ര ജാതിയെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം നമുക്ക് പിന്നെ വരാം. ജാതി നശിച്ചുപോയി. നോഹയും തൻ്റെ കുടുംബവും ആ ഒരു സിവിലൈസേഷനിൽ അല്ലെങ്കിൽ കവനന്റിൽ, ഉടമ്പടിയുടെ ആളായിട്ട് നോഹയും തൻ്റെ കുടുംബവുമാണ് രക്ഷപ്പെട്ടത്. ഇപ്പൊ നോഹയുടെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ നോഹ അവിടെ വെള്ളപ്പൊക്കത്തിന് ശേഷം മറ്റ് സിവിലൈസേഷൻ ഉണ്ടോ? ഉണ്ട്, 100%. ഇന്ത്യയിലൊന്നും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ, റഷ്യ, നമ്മൾ കാണുന്ന യൂറോപ്പിൻ്റെ അവിടെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല. വെള്ളപ്പൊക്കം ഉണ്ടായത് ആ നോഹ താമസിച്ച ആ ഏരിയ, ആ മിഡിൽ ഈസ്റ്റ് ഏരിയ, മധ്യപൂർവേഷ്യ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആ മിഡിൽ ഈസ്റ്റ്, അതായത് മെഡിറ്ററേനിയൻ സീക്കും യൂഫ്രട്ടീസ് ടൈഗ്രീസ് അതിൻ്റെ ഇടയിലുള്ള ആ സ്ഥലം, അവിടെയാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിനെ യൂണിവേഴ്സൽ വെള്ളപ്പൊക്കം ആക്കാൻ വേണ്ടി നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ വേദപണ്ഡിതന്മാരും ഒക്കെ നല്ലതായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനും അതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു യൂണിവേഴ്സൽ പ്രോസസ് അല്ലായിരുന്നത് യാഥാർത്ഥ്യം. പിന്നെ എന്ത് പറഞ്ഞാലും അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു എന്നൊക്കെ പറഞ്ഞ ഉടനെ നമ്മൾ വിചാരിക്കും മേളിൽ നിന്നുള്ള വെള്ളം എല്ലാം താഴ്ത്തു വീണു, ആഴത്തിന്റെ ഉറവ്. ഞാനൊന്നും നെഗ്ലക്ട് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൺ. ദാറ്റ് ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ഗ്ലോബൽ ഫ്ലഡ്, ദാറ്റ് വാസ് എ ലോക്കൽ ഫ്ലഡ്. നോഹയും തന്റെ കുടുംബം രക്ഷപ്പെട്ടു, പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള ആളുകളെല്ലാം മുങ്ങി. എന്നിട്ട് തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഇനി മനുഷ്യ നിമിത്തം ഭൂമി എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കത്തില്ല. ഇനി ഒരു വെള്ളപ്പൊക്കം കൊണ്ട് ഞാൻ ഭൂമിയെ, അല്ലെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട, ഇറ്റ്സ് നോട്ട് എ പ്ലാനറ്റ് എർത്ത്, കവനന്റ് വേൾഡ്, ദൈവിക ഉടമ്പടിയുടെ വേൾഡിനെ ഞാൻ എന്ത് ചെയ്യത്തില്ല, പൂർണ്ണമായിട്ട് നിഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ വില്ല് ഞാൻ മേഘത്തിൽ വയ്ക്കുന്നു എന്ന് നമ്മൾ പറയുക. അതായത് നമുക്കറിയാം ഈ ബോ എന്ന് പറയുന്നത്, ഈ വില്ലെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ്? അതൊരു യുദ്ധ ഉപകരണമാണ്. അല്ലെ, ആളുകളെ ടാർഗറ്റ് ചെയ്ത്, പ്രിസൈസ് ചെയ്ത്, ഇപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാൾ നേരെ അമ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ബോ എന്ന് പറയുന്നത്. ജഡ്ജ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ദമ്പരം പറയാം, ഞാൻ നിങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിച്ചിരിക്കുക, സ്തോത്രം. വെള്ളപ്പൊക്കമൊക്കെ വന്നു, ഇനി ഞാൻ ആ യുദ്ധം നിർത്തി, ഞാൻ എൻ്റെ വില്ല് ഏതാണ്ട് ഐ എം ഗോയിങ് ടു ഹാങ് ഇറ്റ് ഇൻ ദ ക്ലൗഡ്. നമ്മുടെ എൻ്റെ ഭാഷ പറയും, ഞാൻ അതിന് താണ്ടെ മേഘത്തിൽ തൂക്കിയിട്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ലോകത്ത് എവിടെ നമ്മൾ ഭൂമിയിലിരുന്ന് മഴവില് കണ്ടാലും കാണുന്നത് മുകളിലോട്ട് ഇങ്ങനെയുള്ള ആ ഒരു കർവാണ്, അല്ലേ, മുകളിലോട്ടാ കർവ്. പക്ഷെ യഥാർത്ഥത്തിൽ മഴവില്ലിന് സർക്കിൾ, റൗണ്ടാണ്. യഥാർത്ഥ മഴവില്ലിന്റെ ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അത് സർക്കിളാണ്. പക്ഷെ നമ്മൾ കാണുന്നത് മുകളിലോട്ടുള്ള കർവ് മാത്രമേ കാണുന്നു. ഈ മുകളിലോട്ടുള്ള കർവ്, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഒരു വില്ല് എനിക്ക് നേരെയാണ് ചെയ്യുന്നതെങ്കിൽ ആ കർവ് എനിക്ക് നേരെയായിരിക്കും. കാരണം ആ കർവിലൂടെയാണ് എന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള വില്ല് എൻ്റെ മേലാണ് വന്ന് പതിക്കാൻ പോകും. അപ്പൊ തമ്പുരാൻ പറയാൻ, ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് നേരെ ഞാനൊരു പ്രിസൈസ് അറ്റാക്ക്, ടാർഗറ്റഡ് അറ്റാക്ക് ചെയ്യത്തില്ല. ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, ഒരു വില്ല് കുലയ്ക്കുന്നെങ്കിൽ, ഒരു അമ്പ് എയ്യുന്നെങ്കിൽ അത് ഇനി താഴോട്ടല്ല വരാൻ പോകുന്നത്, ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ, മനുഷ്യകുലത്തിന്റെ പാപത്തെ, തെറ്റിനെ, ശിക്ഷയെ ഞാൻ സഹിക്കാൻ പോവാം. ആ വില്ല് മേഘത്തിൽ ഇരിക്കുന്നതിന്റെ അർത്ഥം, ഇനി ഒരമ്പ് എൻ്റെ ജനത്തിന് നേരെ ഞാൻ തൊടുവിക്കുന്നില്ല, മറിച്ച്
അത് സ്വീകരിപ്പാൻ, ആ മുറിവേൽക്കാൻ, ആ അമ്പ് ഏറ്റെടുക്കാൻ, ആ വാള് സ്വീകരിപ്പാൻ ദൈവം തന്നെ തയ്യാറാകും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ അമ്പ് വില്ല് മേഘത്തിൽ ഇങ്ങനെ കാട്ടുമ്പോൾ തമ്പുരാൻ പുതിയ നിയമത്തിന്റെ വലിയൊരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ പാപങ്ങൾ അവന്റെ ചുമലിലായി, നമ്മുടെ ശിക്ഷ അവന്റെ മേൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിക്കാൻ പോകുന്നു, ഈ മനുഷ്യകുലത്തിന്റെ ശിക്ഷ താൻ സ്വയം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന ചിത്രം നോഹയുടെ മഴവില്ല് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ ശാപത്തിന് വേണ്ടി, നിങ്ങളുടെ രോഗത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതിൻ്റെ എല്ലാറ്റിനും പകരമായി സ്വയമായി ആ ആയുധത്താൽ മുറിവേൽക്കാൻ, ആ ശിക്ഷയേൽക്കാൻ ദൈവം തയ്യാറെടുത്തു എന്ന ചിത്രം മഴവില്ല് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സിംഹാസനത്തിന്റെ ചുറ്റും ഒരു പച്ചവില്ല് കാണുക, മരതകത്തോട് സാദൃശ്യമുള്ള ഒരു പച്ചവില്ല്. എപ്പോഴും ശ്രദ്ധിക്കണം, ബൈബിളിനെ ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്താ വാസ്തവത്തിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചത്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കും. കൂടുതൽ വിശദീകരണം എനിക്കതിൽ പറയാനായിട്ട് ഞാൻ സമയം എടുക്കുന്നില്ല, എങ്കിലും അത്യാവശ്യമുണ്ട് ചില കാര്യങ്ങൾ. 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഞാൻ അതിൻ്റെ 3-ാമത്തെ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അതായത് കർത്താവ് യേശു ക്രിസ്തു വരുമെന്ന് അപ്പോസ്തലന്മാരിലൂടെയും യേശു നേരിട്ടും ഒക്കെ സംസാരിച്ചിട്ട് പോയ ശേഷം ഏകദേശം 30 വർഷമായി, 30 years ആയതേ ഉള്ളൂ. അപ്പോഴാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പം ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്തിയുടെ നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്തിയ? പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? യേശു പ്രത്യക്ഷനാവുന്നൊക്കെ അല്ലേ പറഞ്ഞേക്കുന്നത്, വേഗം വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്, എന്താ സംഭവിക്കാത്തത് എന്ന് പരിഹാസ്യം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസ്യത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ഇത് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ കുറിച്ചല്ല. ഈ വാക്യമൊക്കെ എനിക്ക് നേരെയൊക്കെ കോട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട്. നിന്നെക്കുറിച്ചൊക്കെയാടാ പത്രോസ് എഴുതിക്കുന്നത്. ഞാനത് വായിക്കുമ്പോൾ എന്ത് ചെയ്യാനാ? സമ്മതിച്ചു, നമ്മൾ തന്നെ പരിഹാസി. 5-ാം വാക്യം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്തെ ഉണ്ടായി എന്നും. ഇത് നമ്മൾ 1-ാമത്തെ അധ്യായമായ ഉൽപ്പത്തിയിൽ കാണുക. വെള്ളത്തെ വേർതിരിച്ച്, കരയും കടലിനെയും വേർതിരിച്ച് പരിശുദ്ധ റൂഹ സ്ഥാപിച്ചെടുത്ത ഓൾഡ് കവനന്റ്, ന്യൂ ഹെവൻസ് ആൻഡ് ന്യൂ, അല്ല ഓൾഡ് ഹെവൻ ആൻഡ് ഓൾഡ് എർത്ത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഇതിലുണ്ട്, ദയവായിട്ട് നിങ്ങൾ കേൾക്കുക. അതൊന്നും ഫിസിക്കൽ ക്രിയേഷൻ ഒന്നും അല്ല കേട്ടോ. ഈ വെള്ളം, ആകാശം, ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മൾ പച്ചവെള്ളം എന്നൊക്കെ പറഞ്ഞ് പോകാതെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കവൻ. സ്പിരിച്വൽ ബുക്കാന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് സയൻസ് അല്ലത്, ഇത് ജിയോഗ്രഫി അല്ലത്, ഇത് ഫിസിക്സ് അല്ല. ദിസ് എ സ്പിരിച്വൽ ബുക്ക്, ഇൻസ്പിറേഷണൽ സ്പിരിച്വൽ സ്ക്രിപ്ചർ. ഓക്കെ, ദൈവത്തിന്റെ വചനത്തെ ഉണ്ടായി എന്നും, ദാറ്റ്സ് ദ ഓൾഡ് കവനന്റ് വേൾഡ്. അതിനാൽ അന്നുള്ള ലോകം, അതായത് ദൈവം അന്ന് 1 സ്ഥാപിച്ച ആ ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ആ ലോകം നശിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ കവനന്റ് വേൾഡ്, ആദമിലൂടെ വന്ന, നോഹയിലൂടെ വന്ന ആ കവനന്റ് ഉടമ്പടിയുടെ ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചപ്പോൾ ഭൂമിയെല്ലാം കൂടെ പോയോ? അപ്പൊ നമ്മുടെ ആളുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലയോ ഈ കാണുന്ന ഭൂമി? അടുത്ത വാക്യം, ഇപ്പോഴത്തെ ആകാശവും ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. അപ്പൊ ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആൾ പറഞ്ഞു, അന്ന് വെള്ളത്താൽ നശിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ഭൂമി അങ്ങ് അലിഞ്ഞു പോയോ? പർവ്വതങ്ങളെല്ലാം അലിഞ്ഞുപോയി. ദൈവം പിന്നെ നോഹയുടെ കാലത്തിന് ശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിച്ചു അക്ഷരം പ്രതി? ഇല്ലല്ലോ, ഭൂമിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വെള്ളപ്പൊക്കം ഉണ്ടായി, അന്നുണ്ടായിരുന്ന ലോകം നശിച്ചു, ഭൂമിയല്ല നശിച്ചത്, കവനന്റ് വേൾഡ് നശിച്ചു. ഈ കവനന്റ് വേൾഡ് നശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതേ കുടുംബത്തിൽ നിന്നല്ല, നോഹയുടെ അതേ കുടുംബത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? മറ്റൊരു ഉടമ്പടിയുടെ ജനതയെ മുൻപോട്ട് കൊണ്ടുവരുന്നതായിട്ട്, വളർത്തിക്കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞ്, ഏതാ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും?
അപ്പം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി, ആ ഭൂമി ജലപ്രളയത്തിൽ നശിച്ചു. അതായത് ഉൽപ്പത്തി 1:1 ആരംഭിച്ച ആ ഭൂമി 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ എന്ത് ചെയ്തു? വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. എന്നിട്ട് ഇപ്പോഴത്തെ ആകാശം, അതായത് പത്രോസ് എഴുതുന്ന കാലത്തുള്ള ഇപ്പോഴത്തെ ആകാശഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾഡ് കവനന്റ് പീപ്പിൾ, ഇസ്രായേലാണ്. ആ ആകാശഭൂമിയും തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവൻ മനസ്സോടെ മറന്നുകള. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് AD 70. AD 70 സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയാണ്. ഇത് ഫ്യൂച്ചറിലൊന്നും അല്ല. ഇതൊക്കെ ആളെടുത്ത് അങ്ങനെയോ ഇതിപ്പം ഇത് പറഞ്ഞാൽ ഉടനെ വരും ഇവന് വചനം അറിയത്തില്ലെന്ന് പറയും. ഈ കിടന്ന ആകാശഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞവർ എന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആകാശം കൊടിമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, ഭൂമി അതിന്റെ മൂലപദാർത്ഥങ്ങൾ വെന്തെരിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ അക്ഷരം പ്രതി ഭൂമി കത്തിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവരാ ഇവിടുത്തെ പണ്ഡിതന്മാർ. എന്തുമായിട്ടത് കമ്പയർ ചെയ്തേക്കുന്നത്? ജലപ്രളയവുമായിട്ട് കമ്പയർ ചെയ്തു. ജലപ്രളയത്തിൽ എന്താ സംഭവിച്ചത്? അന്നുണ്ടായിരുന്ന ഉടമ്പടിയുടെ ലോകം നശിച്ചു. നോഹ എന്ന കുടുംബം ഒഴിച്ച് ബാക്കി ഒരൊറ്റ ആള് പോലും ആദാമ്യ ഉടമ്പടിയിലെ ആളുകളില്ല. ഇതാണ് ആദ്യം മനസ്സിലാതെ. ഭൂമിയിൽ മനുഷ്യരില്ലെന്നല്ല, ഭൂമിയിലും മറ്റ് ഒത്തിരി സിവിലൈസേഷൻസ് അപ്പുറത്തിപ്പുറത്തൊക്കെ ഉണ്ട്. നോഹയിലൂടെ ആരംഭിച്ച ഓൾഡ് കവനന്റ് സിസ്റ്റത്തിലെ ഓൾഡ് കവനന്റ് പീപ്പിൾ, അതിൽ നോഹയും കുടുംബവും ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും നശിച്ചു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ആ നോഹയും പിള്ളേരും മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം ചത്തുപോയെന്നല്ല. അത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് പഠന വൈകല്യം എന്നേ പറയത്തുള്ളൂ. ഈ എന്ത് പറയുന്നത്, നമ്മൾ നാട്ടുഭാഷ പറയാറില്ലേ, പൊട്ടക്കണ്ണത്തിലെ തവളയാവരുത് പ്ലീസ്. അതിന് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. തെളിവുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് ഏതാ? എവറസ്റ്റ് അല്ലേ? അങ്ങനെയാന്നാ പറയുന്നില്ലേ? എവറസ്റ്റിനൊക്കെ വലുതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അറിവ് അത്രേ ഉള്ളൂ. അതില് 15 അടി വെള്ളം മൂളി, എവറസ്റ്റിന്റെ മുകളിൽ 15 അടി വെള്ളം മൂളി വന്നു ആ വെള്ളപ്പൊക്കത്തിൽ. ഹിമാലയമൊക്കെ മുങ്ങിപ്പോയോ? ഇത് ആരോടായി പഠിപ്പിക്കുന്നത്? അപ്പൊ പറയും ഹിമാലയത്തിനകത്ത് ഞങ്ങൾ പോയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ മീനിന്റെ ചെതുമ്പല് കണ്ടു. അല്ല, കാക്ക കൊണ്ടിട്ടേ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ എനിക്ക് സംശയമില്ലെന്നേ, ഒരു കാലത്ത് ഈ ഭൂമി മുഴുവൻ വെള്ളത്തിലായിരുന്നു. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന കടലിലുണ്ടായിരുന്ന ജന്തുക്കളെല്ലാം ഈ പർവ്വതത്തിലും അതിന്റെ ശിലാഫലകങ്ങളുടെ ഇടയിലൊക്കെ ഫോസിലുകളായിട്ടുണ്ട്. അതൊരിക്കലും നോഹയുടെ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായൊന്നുമല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എന്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനിത്വത്തെ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ എന്ത് വിശ്വസിച്ചോ അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഉറപ്പോടിരിക്കുന്ന സമയം ഇത്. ഐ ഡോണ്ട് ഹാവ് എനി ഹെസിറ്റേഷൻ. ഒരു വ്യത്യാസവും എനിക്ക് അതിനകത്ത്. അപ്പൊ ഈ ഭക്തികെട്ട ആളുകളെ ന്യായവിധിക്കാൻ സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താ? ഇത് ഒരു ഉടമ്പടിയുടെ ലോകം, അത് നശിക്കാൻ പോകും. വെള്ളപ്പൊക്കത്താ നശിച്ചു അന്നുണ്ടായത്. അപ്പം പത്രോസ് എഴുതുന്ന കാലത്തുണ്ടായിരുന്ന ആകാശഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കും. ഇത് അന്നുണ്ടായിരുന്ന ഇസ്രായേൽ. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ന്യായവിധി ഇവിടെയല്ല, 1 പത്രോസിൽ വായിക്കുന്നത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. വായിച്ചിട്ടില്ലേ? എവിടെ ആരംഭിക്കുന്നത്? ദൈവഗ്രഹം. ഏതാ ദൈവഗ്രഹം? നിങ്ങളൊരു പെന്തിക്കോസ് പാസ്റ്ററോട് പോയി ചോദിച്ചു നോക്ക്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ പോയി ഐ ചലഞ്ച് ചെയ്യും. അവർ പറയും അവരുടെ സഭാകളിലാന്ന് പറയും. ഒന്നുകിൽ കുമ്പനാട്ടാന്ന് പറയാം, അല്ലെങ്കിൽ മുളക്കഴിലാന്ന് പറയാം, അല്ലെ അടൂര്. ഇപ്പം പൊല്ലൂരിന്ന് അടൂരോട്ട് മാറ്റി സെന്റർ, അങ്ങനെ പറയും. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവഗ്രഹം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ദേവാലയമാണ്. അവിടെ വെച്ചാണ് ആരംഭിച്ചത്. ഇതിന്റെ ഒരു സിംബോളിക്കാണ് ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ഇവിടെ കയറി വരിക, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് വിളിക്കുക, കം ഷോ യു, എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണിച്ചു തരാന്ന് പറയും. പറഞ്ഞ മനസ്സിലായി. ഇത് ഇച്ചിരി ദൈർഘ്യമുണ്ട്. ഇത് സ്റ്റഡിക്ക് വേണ്ടി പോകുന്നതുകൊണ്ട് ഇച്ചിരി ദൈർഘ്യം എടുക്കുക. സന്തോഷമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കേട്ടാൽ മതി കേട്ടോ, പ്ലീസ്. നിർബന്ധമില്ല ഇത്, കാരണം കർത്താവ് പോലും ആരെയും നിർബന്ധിക്കാറില്ല. പിന്നെ ഞാനെന്തിനാ നിർബന്ധിക്കും? മനസ്സുള്ളവർ, ചെവിയുള്ളവർ കേൾക്കുക. അപ്പോൾ ഈ കവനന്റ് വേൾഡ് വെള്ളത്താ നശിച്ചു. എന്നിട്ട് തമ്പുരാൻ പറയും, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഇനി ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കത്തില്ല. അപ്പൊ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ ജഡ്ജ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എന്ത് കാണുന്നത്? റെയിൻബോ കാണുന്നത്.
ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ആ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ദൈവം തന്റെ റെയിൻബോ അവിടെ കാണും. അപ്പൊ ജഡ്ജ്മെന്റിന്റെ ശേഷമാണ് ദൈവത്തിന്റെ മേഴ്സി വെളിപ്പെട്ടത്, ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടത്. ദ മേഴ്സി ആഫ്റ്റർ ജഡ്ജ്മെന്റ് അല്ലേ? മേഴ്സി ആഫ്റ്റർ ജഡ്ജ്മെന്റ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ the mercy of God and the faithfulness of God before the judgment. അങ്ങനല്ലേ കാണുന്നില്ലേ? അപ്പം ന്യായവിധിക്ക് തുടക്കുന്നതിന് മുമ്പ് തന്നെ സിംഹാസനത്തിന് ചുറ്റും എന്ത് കാണിക്കുക? ദൈവത്തിന്റെ വില്ല് കാണിക്കുക. ആ മഴവില്ല്, പച്ചവില്ല് കാണുക. എൻസർക്കിൾഡ് ബൈ ദ ത്രോൺ. ആ ത്രോണിനെ എൻസർക്കിൾ ചെയ്യുന്നതായിട്ടുള്ള വില്ല് കാണുക. അപ്പം നോഹയുടെ കാലത്ത് God's mercy came after the judgment, and in the book of Revelation, God's mercy and faithfulness came before the judgment. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് ദൈവത്തിന്റെ കവനന്റ് ഫെയ്ത്ത്ഫുൾനെസ്സിന്റെയും ഉടമ്പടിയുടെ കരുണയുടെയും ബേസിലായിരിക്കും. അല്ലാതെ ചുമ്മാ അല്ല. പണ്ട് വെള്ളപ്പൊക്കം എല്ലാത്തിനും നമ്മുടെ നാട്ടുഭാഷ വാരി എടുത്ത് അലക്കാൻ പോവല്ല. ഇസ് എ പ്രിസൈസ്ഡ് ആണ്. ആരെല്ലാം തിരസ്കരിച്ചോ, ആരെല്ലാം കർത്താവിനെ വേണ്ടെന്ന് വെച്ചോ, ആരൊക്കെയാണോ അവിശ്വസിച്ചത്, അതിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ഫെയ്ത്ത്ഫുൾ ആൻഡ് മേഴ്സിഫുൾ ജഡ്ജ്മെന്റ് according to the old covenant system. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെ ജഡ്ജ്മെന്റ് is not according to the gospel. നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷ നിമിത്തം ബൈബിൾ എന്റെ സുവിശേഷ നിമിത്തങ്ങൾ ന്യായവിധി. ഏതാ എന്റെ സുവിശേഷം എന്ന് പറഞ്ഞത്? That gospel is based on the old covenant. നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? എന്തു ഇങ്ങനെ പറയുന്നത് ദുരുപദേശം? എന്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കും എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ദാറ്റ് ഗോസ്പൽ ബേസ്ഡ് ഓൺ ദ ഓൾഡ് കവനന്റ്. സാൽവേഷൻ, രക്ഷിക്കപ്പെടുക. നമ്മൾ ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിലും അതെടുത്ത് അലക്കൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെടുക. എവിടുന്ന് രക്ഷിക്കപ്പെടണം? നിങ്ങളൊരു ഹൈന്ദവനോട് എന്ന് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എവിടുന്ന്? അയാൾ തിരിച്ചങ്ങോട്ട് ചോദിക്കാതിരിക്കട്ടെ ഫിലോസഫിക്കലി, എവിടുന്ന് രക്ഷിക്കപ്പെടണം? ഒട്ടനെ നമ്മൾ എവിടെ പോകും? ആദാമിന്റെ പഴംതീറ്റിയിലും. ആദാമിന്റെ പഴംതീറ്റി പറയാതെ നമുക്ക് സുവിശേഷമില്ല. ആലോചിച്ച് നോക്ക്. ആദാമ് പഴം തിന്നു, ഹവ്വായും തിന്നു. അന്നു മുതൽ മനുഷ്യൻ പാപിയായി. എല്ലാവരും പാപി എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് മൊത്തം മനുഷ്യനെ പാപിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഗോസ്പൽ പറയാനുള്ളൂ. സാൽവേഷൻ ഫ്രം വേ? പാപത്തിൽ നിന്ന്. ശരി, സമ്മതിച്ചു. പാപത്തിൽ നിന്നാണല്ലോ രക്ഷ. ആ രക്ഷപ്പെട്ട് നിങ്ങളാരും പിന്നെ ഒരു പാപവും ചെയ്യുന്നില്ലേ? അന്നേരം കിടന്ന് നമ്മൾ ഉരുളും. തറ കിടന്ന് മണ്ണ കിടന്ന് ഉരുണ്ടി പറയും, അത് നമ്മൾ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ബലഹീനരാണ്, ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഉടായ്പാണ്. സത്യസന്ധമല്ലാത്ത ഉടായ്പ്. ആ വാക്ക് എനിക്ക് വേറെ വാക്കെന്ന് പറഞ്ഞാൽ എന്റെ നാട്ടുഭാഷ ഞാൻ പറഞ്ഞു. രക്ഷിക്കപ്പെട്ടോ പെട്ടോ ഇവിടുത്തെ പാപത്തിൽ പാപം ചെയ്യുന്നത് അത് അന്നേരം നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലേ? ഏത് ശരീരം? ഉടനെ അവർ ഉപയോഗിക്കുന്നത് മൊത്തം തൊല്ലം കൊണ്ട് ആരുടെ തറയിടും? ഈ ശരീരത്തിന്റെ പുറത്ത്. ഇത് ഓൾറെഡി ഈ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ ആവശ്യത്തിന് ഷുഗറും ഉണ്ട്, പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, ഹൈപ്പർ ടെൻഷനും ഉണ്ട്, പിന്നെ സകലവിധ വ്യാധിയും എല്ലാ പ്രശ്നമുള്ള ശരീരത്തോട് പറയാം ഇരിക്കട്ടെ കുറച്ചും കൂടെ. ശരീരത്തിന്റെ പ്രശ്നമാണെന്ന് പറയും പാപം. നിന്റെ കണ്ണിന്റെയും നിന്റെ കാതിന്റെയും നിന്റെ ശരീരത്തിന്റെ പ്രോബ്ലം അല്ല സിന്ന്. അതാദ്യം മനസ്സിലാക്കും. ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് പാപം ചെയ്യുന്നു പറയും. ആ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ യേശു രക്ഷിച്ചത് പാപത്തിൽ നിന്ന്. എന്താ കർത്താവിന് കഴിവില്ലായിരുന്നു ഈ വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ പാപമില്ലാതെ ജീവിപ്പിക്കാൻ? ഇത് തെറ്റാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അന്ന് നിലവിലുണ്ടായിരുന്ന ഗോസ്പൽ എന്ന് പറയുന്നത് ഗോസ്പൽ ഓഫ് സാൽവേഷൻ, സാൽവേഷൻ ഫ്രം ജഡ്ജ്മെന്റ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയുക. എത്രയധികം ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. യേശുവിനെ കർത്താവ് എന്ന് വാഗുകൊണ്ട് ഏറ്റുപറയും ദൈവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ രക്ഷിക്കപ്പെടും. ഇത് ആരോട് സംസാരിക്കുക?
എന്റെ നാട്ടിലുള്ള ഹൈന്ദവനോട് സംസാരിക്കുക, ഈസ് ടോക്കിംഗ് ടു ദ പീപ്പിൾ അണ്ടർ ദ ഓൾഡ് കവനന്റ്, സാൽവേഷൻ ഫ്രം ജഡ്ജ്മെന്റ്. ഞാൻ മനസ്സിലാക്കിയത് ഇസ്രായേലിനെ ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷിക്കാൻ യേശു വരാനുള്ള കോപത്തിൽ. ചർച്ച് സേവ്ഡ് ത്രൂ ജഡ്ജ്മെന്റ്, ഇസ്രായേൽ സേവ്ഡ് ഫ്രം ജഡ്ജ്മെന്റ്. ഇസ്രായേലിന് ജഡ്ജ്മെന്റിൽ നിന്നുള്ള മോചനമാണ്. പക്ഷെ ചർച്ച് വെൻ ത്രൂ ദ ട്രിബുലേഷൻ ആൻഡ് സേവ്ഡ്. ഇവിടെ ചില ആളുകൾ ഭയങ്കരവാദം, സഭ മഹോപദ്രവത്തിലൂടെ പോകൂ, അടിച്ചോണ്ടിരിക്കുക. ഒരുത്തന്മാർ പറയുന്നു മഹോപദ്രവത്തിൽ പോകും, വേറെ പറഞ്ഞ് പോകത്തില്ല. ഒരാൾ പറഞ്ഞു ശരി രഹസ്യത്തിൽ വരും, വേറെ പറഞ്ഞ് പരസ്യത്തിൽ വരും, വേറൊരാൾ പറഞ്ഞ് രണ്ടും ഒന്നാണ്. ആ അടി നടക്കട്ടെ അങ്ങോട്ട്, യുദ്ധം നടക്കട്ടെ അങ്ങോട്ട്. കാരണം അറിയാമോ, നിങ്ങൾ AD 70 ഇത് സംഭവിച്ചു എന്ന് സത്യത്തിൽ വരുന്നത് വരെ നിങ്ങൾ കൺഫ്യൂഷനില്ല. നിങ്ങളുടെ ഇടയിൽ ബാബേൽ ഇപ്പോൾ അവിടെയാണ്. AD 70 വിശ്വസിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷനില്ല. വി ആർ വെരി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്, വി ആർ വെരി ഹാപ്പി പീപ്പിൾ. സത്യം പറഞ്ഞ സന്തോഷമുള്ള ജനം, ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഫുൾഫിൽഡ് എസ്കറ്റുകൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ടെൻഷനും ഇല്ല. രഹസ്യവരവ്, പരസ്യവരവ്, ആന്റി ക്രൈസ്റ്റ്, മുദ്ര, ഇതൊന്നും വി ഡോണ്ട് കെയർ. We are always concerned about God, Father God, how we can please our God, how we can enjoy with God. എങ്ങനെ ദൈവത്തിന്റെ കൂടെ സന്തോഷിക്കാൻ പറ്റുമെന്ന് അതിലേക്ക്. അല്ലാതെ ആന്റി ക്രൈസ്റ്റ് വരുമോ, അങ്കിള് ക്രൈസ്റ്റ് വരുമോ, മാമൻ ക്രൈസ്റ്റ് വരുമോ, അതോ കൊച്ചമ്മയുടെ ചേട്ടനായിരിക്കുന്ന ക്രൈസ്റ്റ്, ഇതൊന്നും we don't care about it. ഞങ്ങൾ രഹസ്യത്തിൽ പോകുമോ, പരസ്യത്തിൽ പോകുമോ, കൈവിടപ്പെട്ടു പോകുമോ, ഇമാതിരിയുള്ള ഒരു തന്ത്രവും ഒരു കാര്യം AD 70 വിശ്വസിക്കുന്നവർക്ക് ഇല്ലെന്നേ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് കേട്ടോ. ആനയ്ക്ക് ആനയോളം വാ തുറക്കാൻ പറ്റില്ലെന്നൊക്കെ അറിയാം. നിങ്ങൾ കോടിക്കണക്കിന് ആളുകളില്ലേ. ഞങ്ങൾ പാവങ്ങൾ 10-15 പേര്, കുറച്ച് പേര് കേരളത്തിലുണ്ട്. ദൈവം തന്റെ കൃപയാൽ വിവരമുള്ള ബോധമുള്ളവരെയൊക്കെ തലയ്ക്ക് ഓരോ തട്ടൊക്കെ കൊടുത്ത് തിരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. സുബോധത്തിലേക്ക് വരിക അല്ലേ. മുടിയമ്പുത്തൻ സുബോധത്തിൽ വന്ന പോലെ ഒരുപാട് പേര് സുബോധത്തിൽ വരുന്നുണ്ട്. ഹാപ്പിയസ്റ്റ് പീപ്പിൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജഡ്ജ്മെന്റിലൂടെ പോകുക. ഞാൻ തിരിച്ചു വരിക. ഇപ്പൊ നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? ആ വേൾഡ് നശിച്ചു, നോഹയെ കുടുംബത്തെ രക്ഷിച്ചു. ദൈവം പറഞ്ഞു ഇനി നിങ്ങളവിടെ ഞാൻ കോപിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ദൈവം നമ്മൾ 54-ാമത്തെ യെശയ്യാവിൽ കാണാൻ പറഞ്ഞു, ഞാൻ അല്പനേരത്തേക്ക് കോപിച്ചു, ഇനി ഞാൻ നിങ്ങൾ കോപിക്കത്തില്ല എന്ന് പറഞ്ഞ്. കാരണം ആ കോപം മുഴുവൻ, ആ ശിക്ഷ മുഴുവൻ കർത്താവ് സ്വീകരിക്കുന്ന ഒരു രഹസ്യം വില്ലിൽ കാണാനായിട്ട് പറ്റും. ഞാൻ പെട്ടെന്ന് നിർത്താം. മാത്രമല്ല, ഈ പർവ്വതം ഇതെവിടെ കൊണ്ടാണ് ഈ പെട്ടകം എവിടെയാണ് ഉറച്ചെന്നറിയും? അരാറാത്ത് പർവ്വതത്തിൽ. ഏത് ദിവസം? ആബീബ് മാസം 17-ാം തീയതി. അതായത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഡേയിൽ, ദ സെയിം ഡേ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന് 1 മുതൽ വായിച്ചാൽ മതി. സെയിം ഡേ, ക്രൈസ്റ്റ് റിസറക്ട് ചെയ്യുന്ന സെയിം ഡേയിൽ അരാറാത്ത് പർവ്വതത്തിന് മുകളിൽ പർവ്വതം ഉറച്ചു. പെട്ടകം ഉറച്ചു. വെരി സോറി. അരാറാത്ത് എന്ന വേർഡിന്റെ ഏൻഷ്യന്റ് ഹീബ്രു എന്ന് പറഞ്ഞത് പുരാതന, നമ്മുടെ മോഡേൺ ഹീബ്രു അല്ല, പുരാതന ഹീബ്രുവില് അതിന്റെ അർത്ഥം കേഴ്സ് റിവേഴ്സ്. അറൂർ എന്ന വേർഡിന് അരാറാത്ത് വന്നത്. അരാറാത്ത് മീൻസ് കേഴ്സ് റിവേഴ്സ്ഡ്, ശാപത്തെ തിരിച്ചിട്ടു. ശാപം തിരിച്ചിട്ടു എന്ന് പറഞ്ഞാൽ കേഴ്സ് റിവേഴ്സ് ബ്ലെസ്സിങ്സ്. ആ പെട്ടകത്തെ കൊണ്ട് എന്തിന്റെ മുകളിലാണ് ഉറപ്പിച്ച? ശാപഗ്രസ്തമായ ഭൂമിയുടെ പുറത്തല്ല, അനുഗ്രഹത്തിന്റെ പർവ്വത മുകളിൽ, പുതിയ യെരൂശലേം, ശാപമില്ലാത്ത മണ്ഡലത്തിൽ. ഇന്ന് വിശ്വാസികൾക്ക് ശാപമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഇവിടുത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരാണ് കൂടുതൽ ഇതിന്റെ പുറകെ നടക്കുന്നത്. കേഴ്സ് ബ്രേക്കിംഗ്. സത്യമാണ്. ഇവരുടെ കേഴ്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കേഴ്സ് ബ്രേക്ക് ആവും, ഇവരുടെ കടബാധ്യത ബ്രേക്ക് ആവും, ഇവർക്ക് EMI അടയ്ക്കാനുള്ള പ്രശ്നം ബ്രേക്ക് ആവും, ഇവരുടെ ലോൺ പ്രോബ്ലം ബ്രേക്ക് ആവും. കാരണം എന്തറിയാമോ? മൊണ്ണ വിശ്വാസികൾ, ചുമ്മാ തലേ തുണി ഇട്ടിട്ട് തുള്ളാൻ മാത്രം അറിയുന്ന മൊണ്ണകൾ ജീവിത ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ കേഴ്സ് ബ്രേക്കിംഗ് നടത്തുന്നവരുടെ കേഴ്സ് ബ്രേക്ക് ആവും. ഇത്ര ഞാൻ കഠിനവാക്ക് പറയുന്നത് ദയവ് ക്ഷമിക്കണം. ഇങ്ങനെ ജനത്തെ കബളിപ്പിക്കരുത്. അതിനി ബാംഗ്ലൂരിൽ നിന്ന് വന്നാലും, ഇനി
മെസപ്പറ്റോമയിൽ നിന്ന് വന്നാലും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും എൻ്റെ കയ്യിലൊരു പുസ്തകം ഇരിപ്പുണ്ടത്, ഹൗ ടു ബ്രേക്ക് ദ ജനറേഷണൽ കേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം. മർലിൻ ഹിക്കി എന്ന് പറഞ്ഞൊരു ലേഡി എഴുതിയ പുസ്തകം. മർലിൻ ഹിക്കി അറിയാമല്ലോ നിങ്ങൾക്ക്, വലിയൊരു പ്രസിദ്ധയായ അമേരിക്കൻ പ്രസംഗയാണ്. ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചാണ് ബഹ്റിനിൽ ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പാകട്ടോ. അന്ന് ഇവരുള്ള സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പം ഫുഡ് കഴിച്ച ശേഷം ഞാൻ അവരോട്, എനിക്ക് ഈ പുസ്തകം തന്നു, ഈ ബുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈസ് ദർ എനി കേഴ്സ് ഇൻ യുവർ ക്രിയേഷൻ? അവരെന്നെ ഇങ്ങനെ നോക്കി, അവരുടെ വെളുത്ത മോഹം ഇങ്ങനെ ചുളുക്കി നോക്കി. നീ ആരാ യു ഇന്ത്യൻ സ്റ്റുപ്പിഡ് ഇഡിയറ്റ്സ് എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ ചിന്തിച്ചത്. നീ ആരാ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ചോദിച്ചു, ദർ ഇസ് നോ കേഴ്സ് ഇൻ ന്യൂ ക്രിയേഷൻ. ഞാൻ പറയാം താങ്ക് യു, മതി, എനിക്ക് അത്രയും മതി. കാരണം ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഈ തള്ളയുടെ ഉള്ളിലൊന്നും വന്നിട്ടില്ല. ഈ കേഴ്സ് ബ്രേക്കിംഗുകാർ നടത്തുന്ന ഒരുത്തന്റെ തലയിലും പുതിയ നിയമം വന്നിട്ടില്ല. ഇവർ കേഴ്സ് ബ്രേക്കിംഗ് ചെയ്യാൻ എവിടെ പോകുന്ന അറിയാമോ? ഇവർ നേരെ പഴയ നിയമത്തിൽ പോകും. ഏത് ദുരുപദേശങ്ങളും പൊക്കിക്കൊണ്ട് വരുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമം വേണ്ടതല്ല പറഞ്ഞ കേട്ടോ, പഴയ നിയമം കൊണ്ട് പുതിയ നിയമം മനസ്സിലാക്കേണ്ടവരാ. വി ആർ ന്യൂ ക്രീച്ചേഴ്സ് ഇൻ ദ ന്യൂ ക്രിയേഷൻ. ദൈവം സ്ഥാപിച്ച പുതു സൃഷ്ടിക്കകത്തെ പുതിയ ജന്തുക്കളാണ്, പുതിയ ആളുകളാണ് നമ്മൾ. വി ആർ ന്യൂ ക്രിയേഷൻ, കെയ്നോസ്, ബ്രാൻഡ് ന്യൂ ആണ്. ദർ ഇസ് നോ കേഴ്സ് ഇൻ യു because curse is reversed after the resurrection of Jesus Christ. അതുകൊണ്ട് നിങ്ങളുടെ പുറത്ത് ശാപമുണ്ട് എന്ന് പറയുന്നവനെ വെറുതെ അവന് എതിരെ കേസ് കൊടുക്കണം, മാനനഷ്ടത്തിന്റെ കേസ് കൊടുക്കും. നിങ്ങൾ ശാപത്തിന്റെ കീഴിലാന്ന് പറയുന്ന ഉപദേശിക്കെതിരെ ഹൈക്കോടതി കൊണ്ടുപോയി ഒരു 10 കോടി രൂപയ്ക്ക് കേസ് കൊടുക്കും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരുത്തനെ ശാപം ഉണ്ടെന്ന് പറയുന്നവനെ, അങ്ങനെ വല്ല നിയമം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇത്തരം പറയുന്നത്, ഐ ലവ് ദ ചർച്ച്, ഐ ലവ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഐ ലവ് മൈ ലോർഡ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഇവിടുത്തെ സൊസൈറ്റിയിൽ ഒരുത്തനോടും അല്ല. there is no curse. നിങ്ങൾക്ക് ശാപം ഇല്ല. അപ്പൊ പറയും, പാസ്റ്ററെ എന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കുന്നില്ല. doesn't mean that there is no curse. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് മക്കളില്ലായിരുന്നു, ശാപം ഉണ്ടായിരുന്നു. പറ, അബ്രഹാമിന്റെ ഭാര്യയായ സാറയ്ക്ക് എത്രയോ വർഷങ്ങൾ മക്കളില്ലാതെ 25 വർഷത്തെ ശാപമായിരുന്നു. ബാംഗ്ലൂർ പോയിട്ടാണ് പൊട്ടിച്ചത്. എന്തോ ഈ പറയുന്നത്? ഇത് പറയുമ്പോൾ ഉടനെ ഇവൻ ദുരുപദേശന, അത് നിങ്ങൾ പോക്കറ്റിൽ മടക്കി വെച്ചാൽ മതി. there is no such thing. ജനങ്ങളെ കബളിപ്പിക്കരുത്, സാധുക്കളെ കബളിപ്പിക്കരുത്. പീപ്പിൾ ആർ ബ്ലെസ്ഡ് ബൈ ദ ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് സകല വിശ്വാസികളും. there is no curse. ജോലി കിട്ടുന്നില്ല, ശാപമാണ്. നിരന്തരമായ അപകടം ശാപമാണ്. മാറി മാറി വരുന്ന രോഗം ശാപമാണ്. അങ്ങനെ ഈ ശാപം പൊട്ടിക്കുന്നവന്റെ ഒക്കെ അകത്ത് മാരക രോഗങ്ങൾ വന്നായിരുന്നല്ലോ. അത് പൊട്ടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോയല്ലോ. അമേരിക്കയിൽ ആശുപത്രി പോയാലും ഇത് പൊട്ടിക്കത്തുള്ളൂ. അവിടെ നിന്ന് അങ്ങ് ബ്രേക്ക് ചെയ്ത് അങ്ങ് പൊട്ടത്തില്ലായിരുന്നു. സ്വർഗത്തിലെ ഭൂമിയിലുള്ള സകല ആളുകളും രോഗികളെല്ലാം ശാപമാണെന്ന് പറയുമ്പോൾ സ്വന്തം ശരീരത്തിൽ വരുന്ന രോഗം ഏതാ? ഇത് ആരെ കബളിപ്പിക്കാനാണ്? ഞാൻ ഓപ്പണായിട്ട് പറയാം, ഈ മഴവില്ല് നമ്മോട് വിളിച്ചു പറഞ്ഞൊരു ട്രൂത്ത് ഉണ്ട്. യുവർ കേഴ്സ് ഈസ് റിവേഴ്സ്ഡ്. ദൈവ പൈതലിന്റെ ശാപങ്ങൾ എന്നേക്കുമായി മാറി. പിന്നെ ജാതികൾക്ക് ഒരു ശാപവും ഇല്ല. ജാതികൾ ഒരിക്കലും ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിലല്ല. കാരണം അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിട്ട് വേണ്ടേ ശാപം. അവർക്കുള്ള ശാപം എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു വരുത്തിയതൊക്കെ ആയിരിക്കും. അത് ദൈവത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. പ്രത്യേകിച്ച് പുതിയ നിയമസഭയിലെ ഒരു വിശ്വാസി ശാപത്തിന് കീഴിലല്ല. ജോലി ഇല്ലായിരിക്കാം, മക്കളില്ലായിരിക്കാം, വിവാഹം നടക്കാതിരിക്കാം, കടം ഉണ്ടായിരിക്കാം, അനർത്ഥങ്ങളൊക്കെ, ഇതെല്ലാം ക്വയറ്റ് നാച്ചുറൽ. മനസ്സിലാക്ക് നാച്ചുറലാണ്. ഞങ്ങളുടെ നാട്ടില് വളരെ യങ്ങായിട്ടുള്ള ഒരു കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞു. 28 വയസ്സേ ഉള്ളൂ. ശാപമാണ്. എന്തോ ഈ പറയും? They are not under curse. Curse is reversed. ഈ സിംഹാസനം വിളിച്ചു പറഞ്ഞൊരു ട്രൂത്ത് ഉണ്ട്. വിശുദ്ധന്മാർക്ക് നേരെയുള്ള ദൈവത്തിന്റെ കോപം അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് നേരെയുള്ള ദൈവത്തിന് മഹത്വം.
ദൈവജനത്തിന് നേരെയുള്ള ശാപം അവസാനിച്ചിരിക്കുന്നു. Curse is reversed. ഞാൻ ഇനി മനുഷ്യ നിമിത്തം ഭൂമിയെ ശപിക്കത്തില്ല, ഭൂമിയെ നശിപ്പിക്കത്തില്ല. ഇതാണ് മഴവില്ല് വിളിച്ചു പറയുന്ന സന്ദേശം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം വിടാം. നോഹ 2 കാക്കയെ പറഞ്ഞുവിട്ട് 2 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നു. അല്ല, കാക്ക 1 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നു, 2ാമത്തെ പ്രാവശ്യം പിന്നെ വന്നില്ല. നമ്മുടെ പ്രാവായിട്ട് 1-2 പ്രാവശ്യം പോയിട്ട് വന്നു. കാരണം കാല് ഉറയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നു. ഒടുവിൽ പ്രാവ് വന്നത് ഒരു ഒലുവലയുമായിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാക്ക എപ്പോഴും ഈ കാർക്കേസസ്, അതായത് ശവങ്ങളെല്ലാം തിന്നുന്നതാണ്, ഈ എല്ലാം ചത്തുപോയതിനെ തിന്നുന്നതാണ് കാക്ക. കണ്ടിട്ടില്ലേ? കാക്ക ഈ മീനിന്റെ തല തിന്നും. മീനെ പോയി തോട്ടി പോയി പിടിച്ച്, നദിയിൽ പോയി മീനെ പിടിച്ച് തിന്നുന്ന കാക്ക കണ്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ കണ്ടിട്ടുള്ള കാക്കയെല്ലാം നമ്മുടെ വീട്ടിനകത്ത് അമ്മ മീൻ വെട്ടാൻ നിൽക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വരുന്ന കാക്കയും അതിന്റെ തല തിന്നാൻ വരുന്ന കാക്കയൊക്കെ ശവം തിന്നിയായത്. ഈ ശവം തിന്നി കാക്ക പെട്ടകത്തിനകത്ത് കയറി വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഗന്ധം ഉണ്ടാവും. എന്തിന്റെ ഗന്ധം? ചത്തതിന്റെ ഗന്ധം, ചീഞ്ഞ ഗന്ധം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവസഭയ്ക്കകത്ത് ചീഞ്ഞ ഗന്ധം കൊണ്ടിരുന്ന കാക്കയുടെ ചുണ്ടല്ല ചലിക്കേണ്ടത്. നശിച്ചുപോയ ലോകത്ത്, ശൂന്യമായി പോയ ലോകത്ത്, ജഡ്ജ്മെന്റ് വന്ന ലോകത്ത് താണ്ടെ ഒരു പുതുയുഗം പിറക്കുന്നു, ഒരു പുതിയ ലോകം ആരംഭിക്കുന്നു എന്നതിന്റെ സൂചനയായ ഒലിവിന്റെ തണ്ടുമായി വരുന്ന പ്രാവ്, ആ ഒലുവലയുമായി വരുന്ന, പച്ച ഒലുവലയുമായി വരുന്ന പ്രാവിന്റെ ചുണ്ടിലെ സന്ദേശമാണ് സഭയ്ക്കകത്ത് ഉണ്ടാവേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ചർച്ച മൊത്തം കാക്കപ്രസംഗം. നീ ഭാവിയാണ്, നിന്റെ അപ്പം ഭാവിയാണ്, നിന്റെ വല്യപ്പൻ ഭാവിയാണ്, നശിച്ചു മുടിഞ്ഞു കിടക്കുകയാണ്, നിന്റെ കുടുംബത്തിന് നേരെ പോരാട്ടം, ബന്ധനം, തകർക്കുന്ന പോര്, ഇല്ലായ്മ. ഇത് മുഴുവൻ കാക്കയാണ്. ഇത് കാർക്കേസസ് ധർമ്മം എന്ന് വേണേ പറയാം. ശവന്തീനി പ്രസംഗം. നീ അനുഗ്രഹിക്കപ്പെട്ടവനാ, നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ പൊന്നുമോനാടാ, യേശുപ്പച്ചൻ നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നെന്ന് പ്രസംഗിക്കുന്നു. അങ്ങനൊന്നും പ്രസംഗിക്കരുത്, ജനങ്ങൾ തെറ്റിപ്പോകും. പിന്നെ എന്താ പ്രസംഗം? നീ മുടിഞ്ഞു പോകും, തകർന്നു പോകും. എല്ലാ കാക്കക്കൂട്ടവും പള്ളിക്കകത്ത് കയറിയിരിക്കും. ശവത്തിന്റെ ഗന്ധം കൊണ്ട് പെട്ടകത്തിനകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിന്റെ നടുവിൽ ഒലുവലയുമായി വരുന്ന പ്രാവിനെ നമുക്ക് പുതിയ നിയമത്തിൽ പ്രാവിന്റെ ദേഹരൂപത്തിൽ ഇറങ്ങിയ പരിശുദ്ധ റൂഹായെ കാണിക്കാൻ. അപ്പൊ ദൈവാത്മാവിന്റെ സന്ദേശം എപ്പോഴും പച്ച ഒലുവലയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദാറ്റ് ഈസ് എ പീസ്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും പുതുപുലരിയുടെയും പുതു ആരംഭത്തിന്റെയും ഒക്കെ ചിത്രമാണ് ഈ ഒലുവിന്റെ ഇല, പച്ച. ശ്രദ്ധിച്ചു നോക്കിയേ, എമറാൾഡ്, മരതകത്തോട് സാദൃശ്യമുള്ള പച്ചവില്ല്. എമറാൾഡ് എന്ന് പറയുന്ന ആ കല്ല് മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിനകത്തുള്ള കല്ല കേട്ടോ. മരതകം ഒരു പച്ചക്കല്ലാണ്. ഞാൻ ഈ മിഡീവൽ ടൈമിലുള്ള ജൂയിഷ് റബിമാരുടെ, മെസ്സിയാനിക് റബീസിന്റെ സ്റ്റഡിയിൽ ഞാൻ കണ്ട കാര്യം, ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമൊന്നുമല്ല കേട്ടോ. അവർ പറയുന്നത് ഈ ഗ്രീൻ എന്ന ചിത്രം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് പ്രോസ്പെറിറ്റി, പീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കല്ല് ലേവിയുമായി ബന്ധപ്പെടുത്തി അവർ സംസാരിക്കാറുണ്ട്. ലേവിയാണ് ഇസ്രായേലിലെ പുരോഹിതൻ, അവനാണ് വചനം പഠിപ്പിക്കുന്നവൻ, അവനാണ് വെളിച്ചം കൊടുക്കുന്നവൻ. സോ ലേവിയുമായി ബന്ധപ്പെട്ട് ഈ കല്ലിനെ, ഞാൻ പറഞ്ഞല്ലോ, ഏൻഷ്യന്റ് റബിമാരല്ല, നമ്മുടെ ഈ മിഡിൽ ഏജിലുള്ള റബിമാരങ്ങനെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവിടെ എനിക്കിത് സന്ദർഭവുമായിട്ട് ചേർന്നപ്പോൾ മനസ്സിലായത്, ഈ സിംഹാസനത്തിലിരിക്കുന്ന മഹാപുരോഹിതനാണ്. പച്ച എപ്പോഴും പ്രോസ്പെരിറ്റിയുടെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും അബണ്ടൻസിന്റെയും ഒക്കെ ചിഹ്നമാണ്. അപ്പൊ നന്മ നൽകാൻ മേഴ്സിഫുൾ ആയിരിക്കുന്ന, കരുണയുള്ള, വിശ്വസ്തനായ ഒരു മഹാപുരോഹിതൻ ഇവിടെ ഇരിക്കുകയാണ്. അല്ലാതെ കണ്ണഗ്നിജ്വാലയൊക്കെ ഉണ്ട്, സത്യമാ. പക്ഷേ അവന്റെ സിംഹാസനത്തിന്റെ ചുറ്റും പച്ചവില്ല് എന്ന് പറഞ്ഞാൽ അവന്റെ മേഴ്സി, അവന്റെ ഫെയ്ത്ത്ഫുൾനെസ്, അവിടുത്തെ കരുണ,
ആ സിംഹാസനത്തെ ചുറ്റിയിരിക്കുകയാണ്. അതിനർത്ഥം ഇനി അങ്ങോട്ട് പോകുന്ന ജഡ്ജ്മെന്റ് ഒന്നും ദൈവം ഇങ്ങനെ ഭ്രാന്തന്റെ കൂട്ടി ഇങ്ങനെ ചെയ്യാൻ പോവല്ല. ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് മാസിഫുള്ളി. വിടുവിക്കേണ്ടവരെ വിടുവിച്ച്, രക്ഷിക്കേണ്ടവരെ രക്ഷിച്ച്, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ച്, പ്രിസൈസ് ആയിട്ടും ചുമ്മാതെ കാട് കയറി വെടിവെക്കാൻ പോവല്ല. തെറ്റ് ചെയ്തവരെ മാത്രം ശിക്ഷിച്ച് അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുന്നുണ്ട്. ദൈവം വളരെ കൃത്യമായി തന്റെ സിംഹാസനത്തിൽ നിന്ന് വിധി പുറപ്പെടുവിക്കുന്നത് കാണാനായിട്ട് പറ്റും. സോ ഞാൻ ഒന്നുകൂടെ പറയാം, ഓൾഡ് കവനന്റ് വേൾഡ് അവസാനിച്ചു വെള്ളപ്പൊക്കത്തിൽ. ഇവിടെ താണ്ടെ മറ്റൊരു ഭൂമി അവസാനിക്കാൻ പോകും, തീയിൽ. എന്നിട്ട് ഈ പച്ചവില്ല് വിളിച്ചു പറയുകയാണ്, അന്ന് നോഹയുടെ കാലത്ത് ദൈവം ആ വില്ല് കാട്ടിയതുപോലെ ഇവിടെ ദൈവം ജഡ്ജ്മെന്റിന് മുമ്പ് ആ വില്ല് കാട്ടിയിട്ട് പറയുകയാണ്, there is a new heavens and the new heaven and new earth is going to come. The days of prosperity and life. പച്ച എപ്പോഴും ലൈഫിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. വരാൻ പോവുകയാണ്, പുതിയ സൃഷ്ടികൾ വരാൻ പോവുകയാണ്, പുതിയ യുഗം ആരംഭിക്കാൻ പോവുകയാണ്, പുതിയ വേൾഡ് ആരംഭിക്കാൻ പോവുകയാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരു യുഗം ആരംഭിച്ച നോഹ എന്ന വേർഡിന്റെ അർത്ഥം റെസ്റ്റ്, സാബത്ത്. ഇവിടെയും ഒരു പുതിയ നോഹ വെളിപ്പെടുക, സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ ഒരു പുതിയ സാബത്ത് ആരംഭിക്കുക. എബ്രായർ 4 പറയുന്നു, ഒരു ശബത്ത് ശേഷിച്ചിരിക്കുന്നു. ആ ശബത്തിലേക്ക് ദൈവസഭ വരാൻ പോകുന്നു എന്നതാണ് ഈ സിംഹാസനത്തിന്റെ പച്ചവില്ല് നമ്മോട് സംസാരിക്കുന്ന കാര്യം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടെ പറയാൻ എനിക്ക് നേരമില്ല. ഞാൻ ഒരുപാട് ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ദൈർഘ്യമായി. അതുകൊണ്ട് മറന്നു പോകരുത്, there is a judgment but there is a mercy. സിംഹാസനത്തിന്റെ മുമ്പിൽ തന്നെ യോഹന്നാൻ നിൽക്കുമ്പോൾ യോഹന്നാൻ കാണുന്നത് the merciful God, the high priest. Hallelujah. The throne itself is encircled by the covenant. ദമ്പടിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ചുമ്മാ ഏതോ ഒരു റാൻഡം ജഡ്ജ്മെന്റ് അല്ല. every judgment, every decree flowing from God passes through the covenant. എല്ലാ ഇത് ചുറ്റിയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിംഹാസനം ചുറ്റും ഇതിങ്ങനെ ഇരിക്കുമല്ലേ, ഈ റൗണ്ടായിട്ട്. എല്ലാ ന്യായവിധിയും എന്തിലൂടെയാണ് പാസ് ചെയ്യാൻ പോകുന്നത്? ഈ വില്ലിലൂടെയാണ്. സങ്കീർത്തനം 89 നമ്മൾ വായിക്കുന്നത്, mercy and truth go before your face. കരുണയും സത്യവും വിശ്വസ്തതയും നിനക്ക് മുൻപേ പുറപ്പെടുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, the throne of Christ, throne of the Lord is never separated from covenant mercy. ഞാൻ പറഞ്ഞല്ലോ, there's a green will, അതിനകത്ത് 7 നിറം പറഞ്ഞിട്ട് ഒറ്റ നിറം പച്ചയെ പറഞ്ഞിട്ടുള്ളൂ. ഓൾഡ് ബൈബിളിൽ ഗ്രീൻ ലൈഫിനെ കാണിക്കുന്നു, വെജിറ്റേഷനെ കാണിക്കുന്നു, ഫ്ലറിഷിങ്ങിനെ കാണിക്കുന്നു, റെസ്റ്റോറേഷനെ കാണിക്കുന്നു, ഫ്രൂട്ട്ഫുൾനെസ്സിനെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രീൻ എർത്ത് എന്ന് പറയുന്നത് വെജിറ്റേഷൻ റിട്ടേൺഡ്, ലൈഫ് കവേർഡ്, റിക്കവേർഡ്, റെസ്റ്റോർഡ്, ജഡ്ജ്മെന്റ് എൻഡഡ്. അപ്പൊ എമറാൾഡ് റെയിൻബോ therefore remind us that the judgment has produced life. വാ, എമറാൾഡ് ബാവ്. ബാവ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് അല്ലേ? പക്ഷെ എമറാൾഡ് ബോ എന്തിനെ, ഇനി ബോ എന്നല്ല, ബോ എന്തിനെ കാണിക്കുന്നത്? ജഡ്ജ്മെന്റ് ഹാസ് പ്രൊഡ്യൂസ് ലൈഫ്. ന്യായവിധി എന്തിനെ കൊണ്ടുവന്നിരിക്കുന്നു? പുതിയൊരു ജീവൻ കൊണ്ടുവന്നിരിക്കുന്നു. ന്യായവിധിക്ക് ശേഷം എന്താ സംഭവിച്ചത്? കുഞ്ഞാണ്ടിന്റെ കല്യാണം. കുഞ്ഞാണ്ടിന്റെ കല്യാണത്തിന് ശേഷം എന്താ സംഭവിച്ചത്? പുതിയ ആകാശം, പുതിയ ഭൂമി. പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്ക് എന്താ ശേഷം? പുതിയ ജെറൂസലേം. ഹല്ലേലൂയ. The abundance of life. ഏഡൻ, പാരഡൈസ്, റെസ്റ്റോ. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്തെല്ലാം എഴുതി വെച്ചിരിക്കുക. ഓക്കെ, ന്യൂ ഹെവൻ, ന്യൂ എർത്ത് ആരംഭിച്ചിരിക്കുന്നു. എനിവേ, ഇത്രയും കേട്ട നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം മനസ്സിലായില്ലേ? അവിടുത്തെ സിംഹാസനത്തിന്റെ ചുറ്റുമാണ് മഴവില്ല്. അവന്റെ മേഘത്തിലിരുന്ന മഴവില്ല് ഇപ്പോൾ അവന്റെ സിംഹാസനം. അത് എമറാൾഡ്, ലേവി, ദ ഹൈ പ്രീസ്റ്റ്,
ദ ഫ്ലറിഷ് ലൈഫ്, ദ വെജിറ്റേഷൻ, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ഉടമ്പടി, സമാധാനം വീണ്ടും എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നു, റെസ്റ്റ് വന്നിരിക്കുന്നു. എവറി കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്, എവറി ജഡ്ജ്മെന്റ്, എവറി സീൽ ആൻഡ് എവറി ട്രംഫറ്റ്, എവറി bowl of wrath is going through the bow. എല്ലാം കടന്നു പോകുന്നത് ഈ വില്ലിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, praise the Lord. I just want to finish. There are so many things I have to പറയാനുണ്ട്. ഞാൻ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇച്ചിരി ലോങ് ആയി പോയിട്ടുണ്ട്, ദയവായിട്ട് ക്ഷമിക്കുക. സമയം കിട്ടുമ്പോൾ കാണുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. അനേകർക്ക് ഇത് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവം നിങ്ങളോട് കൃപ ചെയ്യട്ടെ. God bless you. Thank you.